നമസ്കാരം. മോഹൻലാൽ മുമ്പും ശബരിമലയിൽ ദർശനത്തിന് പോയിട്ടുണ്ട്. അന്നൊന്നും ചെയ്യാത്തതാണ് മമ്മൂട്ടിക്കായിട്ടുള്ള വഴിപാട്. ഇത്തവണ ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയാണ് മോഹൻലാൽ തീർത്ഥാടനം പൂർത്തിയാക്കിയത്. ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട്. ഭാര്യ സുചിത്രയുടെ പേരിൽ മോഹൻലാൽ വഴിപാട് നടത്തി. ഇത്തവണ മോഹൻലാലിന്റെ ശബരിമല ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് മമ്മൂട്ടിക്കായുള്ള പ്രാർത്ഥനയും വഴിപാടും തന്നെയാണ്. അഭിനയത്തിൽ നിന്ന് താൽക്കാലിക വിശ്രമമെടുത്തിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി. വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനാകും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നാൽ വൻകുടലിലെ അസുഖം കണ്ടെത്തിയെന്നത് വസ്തുതയുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ PR ടീം ഇത് നിഷേധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വാർത്ത നൽകിയിരുന്നു. ഇതോടെ സൈബർ ആക്രമണങ്ങളും പല മാധ്യമങ്ങൾക്ക് നേരെയും തുടങ്ങി. പിന്നീട് ദീപികയും കേരള കൗമുദിയും എല്ലാം അസുഖം സ്ഥിരീകരിച്ച വാർത്ത നൽകി. പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തുമ്പോൾ എല്ലാം വ്യക്തമാവുകയാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടണമെന്ന മനസ്സാണ് ആ വഴിപാടിൽ കണ്ടത്. ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നെന്നാണ് വിവരം. ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിലെത്തിയത്. പമ്പയിലെ ഗണപതി കോവിലിൽ നിന്നാണ് കെട്ടുനിറച്ച് മല കയറിയത്. സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി. രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി. മോഹൻലാൽ ശബരിമലയിലെത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു. സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാന്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത്. മാർച്ച് 27-നാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ പ്രദർശനത്തിനെത്തുന്നത്. എന്നാൽ അതിലുപരി മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും മോഹൻലാൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അതുകൂടിയാണ് ശബരിമലയിലെ പൂജയിൽ നിറയുന്നത്. മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി. മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഉൾപ്പെടെ വൻ താരനിരയുള്ള ചിത്രമാണിത്. അതിന്റെ ചിത്രീകരണത്തിൽ നിന്ന് ചെറിയൊരു ഇടവേളയെടുത്താണ് ചികിത്സ. റേഡിയേഷൻ കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കീമോയുൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമാണോ എന്നും പിന്നീട് തീരുമാനിക്കും. ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചിക്കുന്നുണ്ട്. ചെന്നൈയിലെ വസതിയിൽ നിന്നും തേനാംപെട്ടിയിലുള്ള ആശുപത്രിയിൽ എന്നും പോയി മടങ്ങത്തക്ക വിധമാണ് റേഡിയേഷൻ ക്രമീകരിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടിക്ക് മടങ്ങിയെത്താൻ കഴിയും. ഭാര്യ സുൽഫത്ത്, മകനും നടനുമായ ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മകൾ സുറുമി, മകളുടെ ഭർത്താവ് ഡോക്ടർ കൂടിയായിട്ടുള്ള മുഹമ്മദ് റൊഹാൻ സയ്യിദ് തുടങ്ങി കുടുംബാംഗങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. മോഹൻലാൽ എല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിന് സഹായവുമായുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും ആശുപത്രിയിലും മറ്റും മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള ഏകോപനവും നടത്തുന്നുണ്ട്. നന്ദി.